ഇന്ന് റഷ്യ തകർന്നുകൊണ്ടിരിക്കുക. സ്വോത്രം. തകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ റഷ്യ എന്തോ ചെയ്യും? ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്ന് ഈ ഉക്രൈനകത്ത് പാലും പച്ചോളവും അരിയും കൊണ്ട് കൊടുക്കുന്ന ആരാ? ഇസ്രയേൽ. ഇസ്രയേലിൻ്റെ ഒരൊറ്റ വിമാനത്തെ തൊടുവാൻ ആർക്ക് കഴിയത്തില്ല? റഷ്യക്ക് കഴിയത്തില്ല. തൊട്ടാൽ ലോകമഹായുദ്ധം. അതുകൊണ്ട് ഇന്ന് ഈ ഉക്രൈൻ്റെ അടി എവിടെ പോവും? ഇപ്പോൾ അത് കണ്ടിട്ട് ഈ ഉക്രൈൻ്റെ വിഷയത്തിനകത്ത് റഷ്യ പറയുകയെന്ന് കേൾക്കണം. ഏഷ്യാനെറ്റല്ല, ഇതെല്ലാം കേൾക്കണം നിങ്ങൾ. ഇസ്രയേലിനകത്ത് 14 പള്ളികളുണ്ട് അർമീനിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ. സ്വോത്രം. ഇതിപ്പോൾ പറയുന്ന റഷ്യ വേണമെന്ന്. സ്വോത്രം. കാട്ടാക്കട 10 ഏക്കർ ഭൂമി എഴുതി വിറ്റ അച്ചായൻ ടൗണിൽ പോയിട്ട് പിന്നെ വന്ന് 10 ഏക്കർ വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ചായന്മാർ വല്ലതും കൊടുക്കുമോ? പാൻ പറയും. സ്വോത്രം. അതിൻ്റെ അകത്തെ കുറച്ച് പ്രമാണങ്ങൾ ആരുടെ കയ്യിലിരിക്കുന്നു? റഷ്യയുടെ കയ്യിലിരിക്കുന്നു. ഇന്നത്തെ പുള്ളിക്കാരൻ പുടിൻ പറയുന്നു അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പോൾ അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ബാക്കി പറ പരിഭ്രമപാത്രമാക്കും ഞാൻ. മിണ്ടുന്നില്ല. സക്കരിയ ഭാരമുള്ള കല്ലാക്കും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. കണ്ടോ, വായാടി ട്രംപ് ജെറുസലേമിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് പരിഭ്രമപാത്രമാക്കി. ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം. അന്തിമ യുദ്ധം തീർന്നില്ല. അടുത്തത് നോക്കിക്കോണേ. വീഡിയോ അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലോകം വിട്ടു നിന്നു. ജെറുസലേമിൽ എംബസി തുറന്നു. അർത്ഥം എന്തിനാ എംബസി? പറയാം. അർത്ഥം എന്താണെന്നറിയാമോ? എംബസി തുറന്നത് യഹൂദന്റെ ആലയം പണിയുവാൻ. തീർന്നില്ല. ഇവിടെ ബൈബിൾ പ്രവചനം നിവർത്തിയ ഇസ്രയേൽ ഇനി യഹൂദ രാഷ്ട്രം. സ്വോത്രം. അപ്പോൾ സക്കരിയ 12:2-3 കോവിഡ് കാലത്ത് നിവർത്തിയായി. ഏതാ? അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് പരിഭ്രമപാത്രമാക്കും. അതിന് ഒരു ഭാരമുള്ള കല്ലായി വെക്കും. അതിനെതിരെ ജാതികൾ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആർക്കെതിരെ വരും? ആർക്കെതിരെ വരും? ഇസ്രയേലിനെതിരെ വരും. അതിൻ്റെ പേരാ വോയിസ്. ഞാൻ പുറവേ വായിച്ചു തരാം. അങ്ങനെയെങ്കിൽ അന്നാളിൽ അവർ കഠിനമായി മുറിവേൽക്കപ്പെടും. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അപ്പോൾ അറബ് രാജ്യങ്ങൾ ചേർന്ന് റഷ്യയെ ആക്രമിക്കൂ. ഇന്ന് രാത്രി എൻ്റെ യോഗം ഇവിടെ തീരും. പക്ഷേ ഇനി നിങ്ങൾ TV കാണുമ്പോൾ എളിയവനായ എന്നെ ഓർക്കണം. അടുത്തടി ആരെ ആക്രമിക്കും? അടുത്തടി നിങ്ങൾ കാണാൻ പോകുന്നു. ചൈന തൈവാനെ ആക്രമിക്കും. ഒന്ന് നോട്ട് ചെയ്തേരെ. അടുത്തടി ബൈബിൾ ക്ലിയറാ. ഞാൻ ഇനി ഈ കാട്ടാക്കട വന്നില്ലേലും നിങ്ങൾ കാണാൻ പോകുന്നു. അടുത്തടി വരാൻ പോകുന്നു. എന്താ വരുന്നത്? ചൈന തൈവാനെ ആക്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ സിറിയ, ഈ റഷ്യ ആക്രമണം തുടങ്ങിയപ്പോൾ സിറിയക്കകത്ത് ഇറാൻ കൊണ്ട് കുറച്ച് വിമാനത്തെ ആയുധം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തത. ആ ശാന്തതയിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണം അടുത്തതെന്തോയും ഇസ്രായേൽ സിറിയയെ ആക്രമിക്കും. ബൈബിളിലുണ്ടോ? നോട്ട് ഈ വാക്യം. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം. ബൈബിൾ ഉള്ളവരെല്ലാം നോട്ട് ചെയ്യണം. നാളെ സഭയിൽ പോയി പ്രസംഗിച്ചു. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കേട്ടട്ടെ. വായിച്ചോ മോളെ. യെശയ്യാ 17:1. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാന മക്കള് ഡമാസ്കസ്. ഇതിന്റെ പേരാ ദമ്മശേക്ക്. ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവചനം. യഹൂദേവനെ അടിച്ചൊതുക്കാൻ പോവുക. അടുത്തത് ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമാകാതിരിക്കാൻ തക്കവണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അതിന്റെ അത് ശൂന്യ കൂമ്പാരമായി കിടക്കുന്ന അതിന്റെ മതിലുകളെ മൊത്തം ഇടിച്ചു കളയാൻ പോവുക. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആരെ ആക്രമിക്കും? ഇസ്രയേൽ സിറിയയുടെ ഡമാസ്കസ് പച്ചയ്ക്ക് ബോംബിട്ട് തകർക്കാൻ പോവുക. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യക്കെതിരെ ഉപരോധം. IT കമ്പനികളില്ല, എണ്ണയില്ല, പാലില്ല, ചക്ക കുഴയുന്ന പോലെ കുഴയുക. ഈ യുദ്ധം ഒന്നും തീരത്തില്ല. ഇത് 2 കാര്യം നടക്കണം. ഒന്നുകിൽ എന്താ യുദ്ധത്തിൻ്റെ ഉദ്ദേശം? സെലൻസ്കിയെ കൊല്ലണം. അത് ഒരിക്കലും നടക്കുകയില്ല. സ്വോത്രം. യഹൂദന പാടാ. അല്ലെങ്കിൽ 2ൽ അവൻ സ്ഥാനമൊഴിയണം. ഇതിപ്പോൾ കരയ്ക്കും വെള്ളത്തും അല്ലാതെ കിടക്കുക. ഇന്നലെ മനോരമയിലുണ്ട്. യൂറോപ്പിലെ നേതാക്കളെല്ലാം സെലൻസ്കിക്ക് പ്രൈസലോട് കൊടുക്കുന്നു. കൺവെൻഷന് സ്വോത്രാഴ്ച കൊടുക്കുന്നുള്ളൂ. സ്വോത്രം. കണ്ടില്ലേ? ഈ തീറ്റുനോവിൻ്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയനെ കടത്തിക്കൊണ്ട് ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു. അറബ് രാജ്യങ്ങൾ റഷ്യ കൂട്ടുപിടിക്കാൻ പോകുന്നു. ആരെ ആക്രമിക്കുവാൻ?
ഇസ്രയേലിനെ ആക്രമിക്കുവാൻ. എന്തിന് ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കും? ജാതീയ പ്രശ്നമല്ല. ഇസ്രയേലിനകത്ത് ഒരു കടലുണ്ട്, ചാവ് കടൽ. കേട്ടവരൊന്ന് കൈ ഉയർത്താൻ. ചാവ് കടൽ എന്ന്. സ്വോത്രം. ആ ചാവ് കടലിനകത്ത് 4 സാധനം കിടപ്പുണ്ട്. അതിൻ്റെ 5 സാധനം. 1 5 മൂലകം. 1 തോറിയം, 2 ലിഥിയം, 3 യുറേനിയം, 4 പ്ലൂട്ടോണിയം, 5 പ്രൊട്ടക്ടീനിയം. 5 സാധനം കിടപ്പുണ്ട്. ഇത് കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടും. ആണവായുധം ഉണ്ടാക്കി കമ്പോളത്തിൽ വിൽക്കാം. അതിനു വേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. ബൈബിളിലുണ്ടോ? ആ റോഡ് ചൈനയുടെ സിൽക്ക് പാത. 4 വാക്യം കൂടെ കേൾക്കണം ദയവ് ചെയ്ത്. നിങ്ങൾ ഈ പ്രസംഗങ്ങൾ മുഴുവൻ കേൾക്കണം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ സൈഡിൽ പോയി 500 രൂപ സ്വത്രാഴ്ച ഇട്ടിട്ട് 55 മിനിറ്റ് കേൾക്കുന്നതല്ല സുവിശേഷം. ഇതുപോലെ വചനം നോട്ട് ചെയ്ത് പൊക്കോണം. സ്വത്രം. ഞാൻ എപ്പോഴേ നിർത്തിയിട്ട് പറയുന്നവരെന്നെ ഒന്നും പറയത്തില്ല. എൻ്റെ ആഗ്രഹം ഇപ്പം തന്നെ കൈവറയിലും ചങ്കുവടയിലും. ദേവദാസ് ഭാഷക്കറിയാം എപ്പം തീരുന്നെന്ന് അറിയത്തില്ല. അതിനു മുമ്പിട്ട് 4 എണ്ണം ഇവിടുന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ എഴുന്നേക്കട്ടെ. സ്വോത്രം. അതുകൊണ്ടല്ലേ ഇത്ര നോട്ടും വാക്യവും കൂടെ പറയുന്നത്. അല്ലാതെ ഞാൻ മാത്രം പഠിച്ചിട്ട് എന്ന് എൻ്റെ തലയിലിരുന്നാൽ മതി. സ്വോത്രം. നിങ്ങളൂടെ പറയണം. സ്വോത്രം. അതുകൊണ്ടല്ലേ അന്ത്യകാലത്തിൻ്റെ ഒരു ഉണർവ് പട്ടണത്തിൽ ആരംഭിക്കട്ടെ. സ്വോത്രം. ഞങ്ങൾ മാത്രമല്ല, ഇവിടുന്ന് കുറേ ചെറുപ്പക്കാർ കർത്താവിന് വേണ്ടി യേശുവിനെ ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കാൻ കുറേ പേരെ വാർത്തെടുക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ റഷ്യ വെട്ടിമുറിക്കപ്പെടുമോ? ഇനിയുള്ള വാക്യം ശ്രദ്ധയോടെ. എസക്കേൽ 39:1-2. നീയോ മനുഷ്യപുത്ര. വായിച്ചാട്ട് മോളെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. അവിടെ നിൽക്കട്ടെ. ആരാ ഗോഗെന്നറിയാമോ? ഇത് പറയാതെ പോയാൽ നിങ്ങൾക്ക് പിടി കിട്ടിയാലോ പ്രവചനം. ഇവന് നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. ശേം, ഹാം, യാഫേത്ത്. ഉൽപ്പത്തി 10 ലോകരാഷ്ട്രങ്ങളുടെ ടേബിൾ. അത് യാഫേത്തിന്റെ തലമുറ അത് എഴുതിയിട്ടുണ്ട്. ഗോഗ്, മാഗോഗ്. ഗോഗ് റഷ്യ, മാഗോഗ് മംഗോളിയ, ഫിലിപ്പൈൻസ്. അത് കഴിഞ്ഞ് കൊറിയ, തായ്വാൻ, ചൈന. പൊക്കം കുറഞ്ഞ കുങ്ഫു എല്ലാം കൂടെ ഈ മാഗോഗ്. സ്വോത്രം. ഗോഗ്, മാഗോഗ്. അതിൻ്റെ അടുത്ത് വേറെ രാജ്യങ്ങളുണ്ട്. യാവാൻ, തൂബേൽ. ഇതെല്ലാം കൂടെ ഉൽപ്പത്തി 10. നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗാര ഇന്നത്തെ റഷ്യ. അടുത്ത വാക്ക്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റോഷ് ഇന്നത്തെ റഷ്യ. മേശെക് ഇന്നത്തെ മോസ്കോ. തൂബൽ സൈബീരിയയുടെ തലസ്ഥാനം ടുബാസ്കോ. അപ്പം ബൈബിൾ എന്തുവാ? സ്വോത്രം. കുഞ്ഞെ, ഇത് ബോബനും മോളിയല്ല. സ്വോത്രം. ഇത് ലുട്ടാപ്പിയും കുട്ടൂസനും അല്ല. സ്വോത്രം. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് റഷ്യ എന്തുവാന്നോ, മോസ്കോ എന്തുവാന്നോ, ടുബാസ്കോ എന്തുവാന്ന് അറിയാത്ത കാലത്ത് ഭക്തനായ എസക്കേൽ മുട്ടുമടക്കി കേബാർ നദി തീരത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രവചനം കൊടുത്തെങ്കിൽ. സ്വോത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ചാങ്ക് കയറി എവിടെ ഈ ബൈബിൾ പ്രസംഗിക്കുന്നത്. സ്വോത്രം. ഈ പുസ്തകത്തിനകത്ത് വല്ലതും കിട്ടാത്തതുണ്ടോ? കേരള യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുമ്പോൾ അവിടെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ആട് ചവയ്ക്കുന്ന പോലെ ഞാൻ ചവച്ചത്. അതിനകത്ത് ഒരെണ്ണമില്ല. സ്വോത്രം. പക്ഷേ ഇതാ ഇതിനകത്ത് എഴുതിയേക്കാം. റഷ്യ, റോസ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ. അടുത്ത വായിച്ചാട്ട്. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ ഇത്രയും രാജ്യങ്ങളായിട്ട് വെട്ടിമുറിക്കുമെന്ന്. സഖാവ് EMS അറിയാമോ റഷ്യ വെട്ടിമുറിക്കുമെന്ന്? മിണ്ടുന്നില്ലല്ലോ. AKGക്ക് അറിയാമോ? അറിയത്തില്ല. സ്വോത്രം. നമ്മുടെ VS അറിയാമായിരുന്നു. സ്വോത്രം. സഖാവ് പിണറായിക്ക് അറിയാമായിരുന്നു. സ്വോത്രം. കാട്ടാക്കടയിലെ സ്റ്റീവൻ സഖാവിന് അറിയാമോ? എവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. സ്വോത്രം. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ഭക്തനായ ഒരുവൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കപ്പെടും. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കാട്ടാക്കടേ, ഈ പുസ്തകത്തിൽ തെരഞ്ഞാ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? സ്വോത്രം. ഒറ്റ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയത്തില്ല എന്ന് റഷ്യ വെട്ടിമുറിക്കുമെന്ന്. സ്വോത്രം. ദാണ്ട ഇതാ ബൈബിൾ. റഷ്യ ആടാറായിട്ട് വെട്ടിമുറിക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ മോളെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്. വടക്കേ അറ്റം സൈബീരിയ. അടുത്തത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇപ്പൊ കരമുയർത്തിക്കോണം. റഷ്യ, ഉക്രൈൻ. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന ഈറ്റുനോവിന്റെ ആരംഭം. ഇത് അവസാനം ചെല്ലുന്നത് ഇസ്രയേലിന്റെ മണ്ടയ്ക്ക്. അതിനു വേണ്ടി ഇന്നൊരു റോഡ് റെഡിയായി. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. കേട്ടവർ വല്ലതും ഉണ്ടോ? ഇതാ മോഡി സാറ് പാലം ഉദ്ഘാടനം ചെയ്യുന്നു. ബോഗിബിൽ, ആസാം. അത് കഴിഞ്ഞ് ചൈനയിൽ 5 കിലോമീറ്റർ കടൽപ്പാലം. ചൈനയുടെ സിൽക്ക് പാതയുണ്ടോ? പണ്ടൊരു പാട്ട് കുഞ്ഞുങ്ങൾ പാടും. 2009. ഇന്നലെ ഞാൻ പറഞ്ഞു ഇനി കാട്ടാക്കട വരുമ്പോൾ 2009 കർത്താവിന്റെ വരവ്. 2009
ആഫ്രിക്കയുടെ പറ്റത്ത് ഒരു സംഭവം തുടങ്ങി. അതിന് മലയാളം വിളിച്ച് അറബ് വസന്തം. അറബ് വസന്തമൊന്നുമല്ല, രാജാക്കന്മാരുടെ കസേര വലിച്ചൂരി. ആരുടെ കസേര? നിങ്ങളോട് പറയാ, ഒന്ന് പോയി ടുണീഷ്യ, 2 അൾജീരിയ, കടൽ കടന്നു. അതിൻ്റെ പേര് അറബ് വസന്തമല്ല. ഭരണകൂടങ്ങൾ തകരുന്നു. അടുത്തതെവിടെ? ഈജിപ്തിലെ ഹോസ്നി മുബാറക്ക്. അടുത്തതെവിടെ? പിന്നെ കേണൽ ഗദ്ദാഫി ലിബിയ പൈപ്പിനകത്ത് വെടിവെച്ചു കൊന്നു. അടുത്തത് ജോർദാനിലെ ഹുസൈൻ രാജാവ്. അടുത്തത് സിറിയ എന്ന് കത്തുന്നു. യമനിൽ ഹൂത്തി വിമതർ. കൈ ഉയരുന്നില്ലല്ലോ. ഹൂത്തി വിമതർ എന്ന് കേട്ടവർ സ്വോത്ര പത്രത്തിനകത്തുണ്ട്. യമൻ കത്തുന്നു. സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു. തീർന്നില്ല. കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേക്കിനെ വേണ്ട. ബഹ്റൈനിൽ ടയർ കത്തിച്ച് കളയുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുചിത്തൊക്കെ പണ്ട് കാട്ടാക്കട പാടി, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. സ്വോത്രം. എത്ര ക്ലിയർ. അപ്പൊ കോവിഡ് കാലത്തൊരു സംഭവം നടന്നു. താലിബാൻ. വല്ലവരും കേട്ടോ? താലിബാൻ 20 വർഷം അമേരിക്ക എന്തോ ചെയ്ത് കയ്യിൽ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രം അഫ്ഗാൻ. അഫ്ഗാനിൽ നിന്ന് ഇന്നെന്തോ സംഭവിച്ചു? ഭരണകൂടം തകർന്നു. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിക്കുന്നു. അതിൻ്റെ ചാല ചൈനയുടെ സിൽക്ക് പാത. ഒരിക്കൽ കൂടി ഇതാണ്ടേത് സിൽക്ക് കൊറിഡോർ ചൈന. ഇതെവിടെ ചെല്ലുമെന്ന് പുറകെ വായിച്ചു തരാം. എവിടെ ചെല്ലും ഈ പാത? ഒന്ന്, ഇന്ന് കണ്ട ആ താലിബാൻ, ഇപ്പോഴും കലാപം. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ, ഇനി നിങ്ങൾ പത്രത്തിൽ കാണാൻ കലാപം, നാട്ടുമാങ്ങ വീഴുന്ന പോലെ വീഴും. ശ്രീലങ്ക, അത് കഴിഞ്ഞ് മലേഷ്യ, അത് കഴിഞ്ഞ് നേരെ പോകും ഇറാൻ. ഇറാനും ഇറാഖും കഴിയുമ്പോൾ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കേട്ടവർ വല്ല ഉണ്ടോ? യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിൻ്റെ അക്കരെ ഒരുത്തനുണ്ട്, പള്ളി പിടിച്ച തുർക്കിക്കാരൻ ഹാഗിയ സോഫിയ. കേട്ടവർ വല്ല ഉണ്ട്? ഇത് കൈ ഉയർത്തിയാട്ട് പള്ളി പിടിച്ചാണ്ട്. ഇവർക്കെല്ലാം കാണുന്നവർ ഇൻ്റർനെറ്റിൽ കാണുന്നുണ്ട്. യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പിട്ട് വന്ന പുള്ളിയ ഇന്നത്തെ തുർക്കിയിലെ തൊയ്ബർദോഗ്. തുർക്കിയുടെ വടക്കേറ്റത്ത് ചെന്നാൽ 3 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കയറാം. അതിൻ്റെ പേരാ പറഞ്ഞുകര. 1 സിറിയ, 2 ഈജിപ്റ്റ്, 3 ജോർദാൻ. ഇസ്രയേലിനെ അടിക്കാം. അതിൻ്റെ പേര് ചൈനയുടെ സിൽക്ക് പാത. ബൈബിളിലുണ്ടോ മക്കളെ? വായിച്ചോണോ ഇതെല്ലാം? യെശയ്യാ പ്രവചനം 19, 21, 24. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാട്ടാക്കട ഒരു ജനറൽ കൺവെൻഷനിൽ പോയാലും ഞങ്ങളുടെ പാസ്റ്റർമാർ ഒരെണ്ണവും പ്രസംഗിക്കത്തില്ല. സ്വോത്രം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല. ബൈബിളും ഈ ലോകരാഷ്ട്രീയവും. യെശയ്യാ 19, 23, 24 ചൈനയുടെ സിൽക്ക് പാത. അന്നാളിൽ മിസ്രയീമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. ദാണ്ട് ഈ റോഡാ മിസ്രയീം, അത് കഴിഞ്ഞിട്ട് അശൂർ. കരമന കളിക്കാവള്. മിസ്രയീം സിറിയ, മിസ്രയീം ഈജിപ്റ്റ്, അശൂര് സിറിയ. അടുത്തത് വായിക്കാം. അശൂര്യർ മിസ്രയീമിലേക്കും, അശൂര്യർ മിസ്രയീമിലേക്ക്, സിറിയ ഇന്ന് ഈജിപ്തിലേക്ക്, മിസ്രയീമ്യർ അശൂരിലേക്കും ചെല്ലും. ദാ കിടക്കുന്ന ഈ പാതയുടെ പേരാ അറബ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിൽ ചെല്ലാൻ പോകുന്ന പാതയാ ഈ ചൈനയുടെ സിൽക്ക് പാത. അടുത്തത് മിസ്രയീമ്യർ അശൂര്യരോട് കൂടെ ആരാധന കഴിക്കും. ഈ അടി എവിടെ തുടങ്ങിയതാ? കാട്ടാക്കടക്കാർ കേൾക്കണം. എവിടെ ഈ അടി തുടങ്ങിയത്? അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങി. ആരാ? ഇസഹാക്കും ഇസ്മായേലും. കൈ ഉയരുന്നില്ലല്ലോ. 2ാമത്തെ അടി എവിടെ തുടങ്ങി? ഏശാവും യാക്കോബും. തീരുന്നില്ല. 3ാമത്തെ അടി എവിടെ തുടങ്ങി? ദാവീദും ഗോലിയാത്തും. ഇത് 3 സെമി കഴിഞ്ഞതേ ഉള്ളൂ. കാട്ടാക്കട ക്രിസ്ത്യൻ ഗ്രൗണ്ടിൽ ഫൈനൽ നടക്കാൻ പോകുന്നു. ആ ഫൈനലാ റഷ്യ ഇസ്രയേലുമായിട്ട് അടി. സ്വോത്രം. അറബ് രാജ്യങ്ങൾ വിടുവോ? പുറേ വായിക്കുമ്പോൾ അറിയാം ആരൊക്കെ അവനെ കയറി അടിക്കുമെന്ന്. അന്ന് ഇസ്രായേൽ. അടുത്ത വാക്ക് വായിച്ചാട്ട്. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. ഇന്ന് ഇസ്രായേൽ ഇല്ലാത്ത വല്ല വാർത്തയുണ്ടോ? സന്തോഷമില്ലല്ലോ. കാട്ടാക്കടക്കാർക്ക് സന്തോഷമില്ലല്ലോ. ഇന്ന് ഇവിടെ ഒരു സേന വരുന്ന അഗ്നിപത്. അങ്ങനെ കേട്ടോ പത്രത്തിനകത്ത്? നാളെ ഭാരത് ബന്ധുവൊക്കെ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ജനമിളകുന്നു. കാര്യം എന്താ? ഇത് എവിടുന്ന് മോഡി സാറും അമിത്ഷായും കൊണ്ടുവന്നെന്നറിയാമോ? ഇസ്രയേലിൽ നിന്ന്. മിണ്ടുന്നില്ല. ഇസ്രയേൽ 18 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും നിർബന്ധിത സൈനിക സേവനം. മിണ്ടുന്നില്ലല്ലോ. അർത്ഥം ഏത് സമയത്ത് വിളിച്ചാലും തോക്കെടുത്ത് വെടിവെക്കാനുള്ള സൈനികരെ വാർത്തെടുത്തതാ ഇസ്രയേൽ. അതേ പരിപാടിയാ ഇന്നത്തെ മോഡി സാറും അമിത്ഷായും ഇവിടെ കൊണ്ടുവരുന്നത്. 5 വർഷം സൈന്യത്തിനകത്ത് നിന്നാൽ ഏത് എമർജൻസി ഉണ്ടെങ്കിലും പെൺകൊച്ചും ചെറുപ്പക്കാരന് സ്റ്റാൻഡ് ബൈ. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് കണ്ട വല്ലവരും ഉണ്ടോ? കരമൊന്നും ഉയർത്തിയാട്ടെ. പാങ്ങോട് ആ കൊച്ചുമോൻ കൈ ഉയർത്തി. അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടോ ചാടി ചാടി കുഞ്ഞുങ്ങൾ. അവിടെ ഒരു ഹിന്ദിക്കാരൻ നിപ്പുണ്ട്. അവിടെ ചെന്നിട്ട് ചോദിക്കണം, ആരാ തോക്ക അവിടെ ഇരിക്കുന്നത്? കിസ്ക ബന്ദൂക്ക് ഇസ്ക അന്തർ. ഹിന്ദിക്കാരനോട് ചോദിക്കാം. ഉടനെ അവൻ പറയും, ഭായി ഇസ്ക അന്തർ ഇസ്രയേൽ കാ ബന്ദൂക്ക്. ആരെയാ? പാകിസ്ഥാന്റെ കാർഗിൽ യുദ്ധം കേട്ടവർ എത്ര പേരുണ്ട്? വാജ്പേയി മണ്ടക്കിട്ട് അടിച്ചത്, അദ്വാനിയും കൂടെ. ആ കാർഗിൽ യുദ്ധത്തിൽ ആരുടെ തോക്ക അടിച്ചത്? അമേരിക്കയുടെ ആണോ? അല്ല, ഇസ്രയേലിന്റെ തോക്ക്.
BJP-ക്കാർ പൂഞ്ഞങ്ങോട് കേൾക്കട്ടെ. യെശയ്യാ പ്രവചനം 54:16 വീട്ടിൽ ചെന്ന് വായിക്കണം. തീക്കൊള്ളി പോലെ ഒരായുധം ഞാൻ നിനക്ക് തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഇസ്രായേലിന്റെ തോക്ക്. സ്വോത്രം. അടുത്ത ബാലാക്കോട്ട് ഭീകരാക്രമണം. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ? ബാലാക്കോട്ട് ഭീകരാക്രമണം. അന്നേരം ഇല്ലേ മോഡി സാർ ഇങ്ങനെ കറുത്തമുത്ത് കാണുന്ന പോലെ പാകിസ്ഥാൻ്റെ മണ്ടയ്ക്കാണെന്ന് അടിക്കുന്ന കണ്ടില്ലായിരുന്നു. സ്വോത്രം. നമ്മുടെ മോഡി സാർ കണ്ടില്ലേ? അന്ന് ആരുടെ മിസൈലാ അടിച്ചത്? ഇസ്രയേലിന്റെ മിസൈൽ. അതിന്റെ പേരാ സ്പാരോ. കരമുയർത്തിയാട്ടെ. സ്വോത്രം. ഇതെല്ലാം ഇസ്രയേലിന്. അതുകൊണ്ടല്ലയോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ, വേറെ പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ എയർപോർട്ടിൽ വന്നാൽ മോഡി സാർ അനങ്ങോ അവിടെ ഇരിക്കും. പിന്നെ കാണാതെ പറയും. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ഓടിച്ചാടി ചെന്ന് പറയത്തില്ല മേരാ ബായി ആകെയാന്ന്. സ്വോത്രം. എൻ്റെ സഹോദരൻ വന്നെന്ന് അവറാച്ചനും നോമാച്ചനും. സ്വോത്രം. അതുകൊണ്ട് എന്നാൽ ഇസ്രയേലിൽ ചെന്നപ്പോൾ കോവിഡ് വരും. ഒരു വാട്ടർ സ്കൂട്ടർ വെള്ളത്തിൽ കൂടെ പൊക്കോളാം. സ്വോത്രം. കണ്ടില്ല? നാട്ടുകാർ കേൾക്കട്ടെ, ഞങ്ങൾക്കെതിരെ പലരും പറയും യഹൂദനില്ലാതെ ഇന്ത്യക്ക് ഒരു രക്ഷയില്ല. സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ. തിരുവനന്തപുരം എയർപോർട്ട് കണ്ട എത്ര പേരുണ്ട്? ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. കൈ ഉയർത്തിയാട്ട് ടിക്കറ്റ് വേണ്ട, പൈസ വേണ്ട. ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. പണ്ട് മനോരമ ഒരു വാർത്ത വരത്തില്ലായിരുന്നു. എന്താ? മഴ കനക്കുന്നു, യെല്ലോ മാംഗോ പ്ലെയിൻ തിരിച്ചു വിടുന്നു. സ്വോത്രം. ഇന്ന് അങ്ങനെ ഒരു വാർത്തയുണ്ടോ? ഇല്ല. 12:30 അനന്തപുരിയുടെ മേളിൽ കയറിയിരിക്കണം. ചിന്നമാമ മത്തി വെട്ടുന്നോലല്ലേ പ്ലെയിൻ ഇങ്ങനെ വന്നിറങ്ങുന്ന. സ്വോത്രം. സന്തോഷമില്ലല്ലോ. കണ്ടില്ലേ? അപ്പോൾ ആരാ തിരുവനന്തപുരം റൺവേ നിയന്ത്രിക്കുന്ന? സരിതേ സ്വപ്നയല്ല, ഇസ്രയേലിന്റെ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി. ഞാൻ പഠിപ്പിച്ചവൻ റൺവേയുടെ അസിസ്റ്റന്റ്. സ്വോത്രം. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ യേശു പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി. സ്വോത്രം. ഇന്ന് പകൽ രാത്രികാലം തിരുവനന്തപുരമേ ഇസ്രയേൽ ഇല്ലാതെ ഇന്ത്യക്ക് ഒരു രക്ഷയില്ല. സ്വോത്രം. ഞാനല്ല പറഞ്ഞത്. പട്ടാളത്തിന്റെ മേജർ രവി ഇടയ്ക്ക് ചൈനക്കാരൻ നമ്മുടെ കയ്യാലമാന്തം വന്ന് ഓർമ്മയില്ലായിരുന്നു? 44 പേരെ ഇന്ത്യക്കാർ ഞെരിച്ചു കൊന്നില്ലേ? സ്വോത്രം. എന്ന് ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞ ഇന്ത്യ ഞാൻ അടിക്കുമെന്ന്. അപ്പോൾ ആരുമില്ല ഇന്ത്യക്ക് സപ്പോർട്ട്. അപ്പോഴാ ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ അവരെ തൊട്ടാ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. സ്വോത്രം. അത് കേട്ടിട്ടാ BJP-ക്കാർ കേൾക്കട്ടെ. അത് കേട്ടപ്പോഴാ അമിത്ഷായും മോഡി സാറും നമ്മുടെ ഇദ്ദേഹവും കൂടെ രാജ്നാഥ് സിംഗ് കൂടെ റോഡ് വെട്ടി ലഡാക്കിലേക്ക് കരം ഉയർത്തിയാട്ടെ 3000 കിലോമീറ്റർ. സ്വോത്രം. ആരുടെ സപ്പോർട്ട്? അപ്പം ആരുടെ സപ്പോർട്ടിലാണ് ഇന്ത്യ നിൽക്കുന്ന? ഇസ്രയേലിന്റെ സപ്പോർട്ടിനകത്ത്. സ്വോത്രം. അതുകൊണ്ടല്ലേ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന. സ്വോത്രം. അതാ എന്ന് എൻ്റെ യേശു പറഞ്ഞത് അത്തി തളിർത്തു കൊമ്പിളത. ഇതാ കിടക്കുന്നു ചൈനയുടെ സിൽക്ക് പാത. അന്നാളിൽ അശൂരിൽ നിന്ന് മിസ്രൈമിലേക്ക് ഒരു പെരുവഴി. മിസ്രൈമർ അശൂരുമായും. അന്ന് ഇസ്രയേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം. സ്വോത്രം. അങ്ങനെയെങ്കിൽ അടിയപ്പോ നടക്കും. 3 വാക്യം കൊണ്ട് അവസാനിക്കാം. യെസക്കേൽ പ്രവചനം 38:7-8. ആരെ ആക്രമിക്കും റഷ്യ? വായിച്ചട്ടെ. യെസക്കേൽ പ്രവചനം 38:7-8 വായിക്കാം. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ഈ അറബ് രാജ്യങ്ങൾ, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന അറബ് രാജ്യങ്ങൾ, നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കാം. റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. അറബ് രാജ്യങ്ങൾ കോവിഡിന്റെ മറവിൽ. അടുത്തത് ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നു. എവിടെ മോളെ? വായിച്ചാട്ട്. അടുത്തത് വാളിനൊഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. റഷ്യയെ നീ ഒരു രാജ്യത്തിലേക്ക് വന്നു ചേരും. ആ രാജ്യം വായിക്കാം. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. അർത്ഥം റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുക. അതിന്റെ തുടക്കമോ റഷ്യ ഉക്രൈൻ യുദ്ധം. യേശു പറഞ്ഞു യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യത്തോടും. പൂഞ്ഞാങ്കോടെ കാലം സമീപമായി. യേശു വരാൻ കാലമായി. എൻ്റെ ശ്വാസം വരെ പോവുക. എങ്കിലും ഞാൻ പ്രസംഗിക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും ഇത് കേട്ടിട്ട് രക്ഷിക്കപ്പെടണം. സ്വോത്രം. ഈ കാലം തീരാറായി. ഇനി ഇവിടെ വന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുഞ്ഞുങ്ങളും പറയത്തില്ല ഈ അന്ത്യകാല സംഭവം കേട്ടിട്ടെങ്കിലും ഇന്ന് രാത്രി പ്രിയന്റെ വരവിന് വേണ്ടി നീ ഒരുങ്ങുക. സ്വോത്രം. എങ്ങനെ അടിക്കും? അടിയും കൂടെ കേൾക്കാം. ഇനി ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് വരുന്ന 2 വാക്യം കൊണ്ട് നിർത്താം. എങ്ങനെ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും? യെസക്കേൽ 38:16 വായിച്ചാട്ട് മോളെ. യെസക്കേൽ 38:16 വാക്യം വായിക്കാം. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ. മേഘം കാർമേഘവും മിന്നലുള്ള മേഘവും അല്ല.
അടുത്തത്, നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗേ വായിക്കാം. അന്ത്യകാലത്ത് ജാതികൾ കാണെ, ജാതികൾ കാണെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എന്റെ ദേശമായ ഇസ്രായേലിന് നേരെ നേരിട്ട്. അടുത്തത് ഗോഗേ വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേട്ടോ ഇന്ന് രാത്രി, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. മേഘം, എന്താ മേഘം? കാർമേഘവും മിന്നലുള്ള മേഘമല്ല. വിമാനം കണ്ടുപിടിച്ചെന്ന PSC ടെസ്റ്റ് എഴുതുന്ന കുഞ്ഞുങ്ങൾ കേട്ടോണം. 1903 അമേരിക്കയിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചത്. കരമുയരുന്നില്ലല്ലോ, സ്വോത്രം. അപ്പോൾ എയർ ഇന്ത്യയുടെ വെള്ള കളർ, ഇന്ത്യയുടെ കൂടെ ചുമന്ന കളർ, എമിറേറ്റ്സിന്റെ മഞ്ഞ കളർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിമാനം എന്തെന്നറിയത്തില്ല. ഹെർക്കുലീസ് ഒരു സൈക്കിൾ കണ്ടുപിടിക്കാത്ത കാലത്ത് ഭക്തനായ എസക്കേൽ എഴുതി വെച്ചു, ആരാ? വിമാനങ്ങൾ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. എന്താ ഇസ്രയേൽ? ദാണ്ട് കേട്ടോണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ 2.5 ഡിസ്ട്രിക്ട് വലിപ്പം, 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, 57 മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ യവനെതിരെ ആഞ്ഞടിച്ചാൽ എന്തോയും? ഇനി വചനത്തിലേക്ക്. 5 കോടതികൾ യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ കോടതിയിൽ യഹൂദൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. അവർ കുത്തിയവങ്കലേക്ക് അവർ നിലവിളിക്കുന്ന ഒരു കാലം വരും. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ദൈവം ഏറ്റെടുക്കും. ബാക്കി ഞാൻ തൊടുന്നില്ല. അങ്ങനെയെങ്കിൽ യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ ആയിരക്കണക്കിന് വിമാനങ്ങൾ ഇസ്രയേലിന്റെ മണ്ടയിൽ കയറാൻ കാലമായി. എന്നാൽ അവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്, ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് അതതിൻ്റെ അംബാസഡർമാരെ കൈമാറുന്നത് പോലെ ഇവിടെ നിന്നൊരു കൈമാറ്റം നടക്ക്. അതിൻ്റെ പേര കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അതുകൊണ്ട് സങ്കീർത്തനം പറഞ്ഞ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ യേശു വരാറായി. സ്വോത്രം. ഇനി അറബ് രാജ്യങ്ങൾ ചേരുവോ? 2 വാക്യവും കൂടെ. യോവേൽ, ബൈബിളുള്ളവരെല്ലാം നോക്ക്. യോവേൽ 3 അതിൻ്റെ 9ഉം 11ഉം. അറബ് രാജ്യങ്ങൾ ആരെ അടിക്കും? ഉക്രൈന്. ഇന്നത്തെ വിഷയം അന്തിമതത്തിൽ പോകുന്നു. യോവേൽ 3ന്റെ 9ഉം 11ഉം ഒന്ന് വായിച്ചാട്ട് മക്കള്. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. ഈ യുദ്ധം ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവാൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ആരാന്നറിയാമോ? ഇതിന്റെ പേരാ ജിഹാദ്. അങ്ങനെ പറയുന്ന ലോക കമ്മ്യൂണിറ്റിയുള്ളു. അവരുടെ പേരാ ഇസ്ലാം സഹോദരങ്ങൾ. മിണ്ടുന്നില്ലല്ലോ. 57. നിങ്ങൾ ഈ ബൈബിൾ പഠിക്കണം മക്കളെ. ഇനി അവറാച്ചൻ ഹോമയാഗത്തിന് പോയി തെറ്റല്ല, എന്നൊക്കെ പഠിക്കുക. പക്ഷേ ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരൊറ്റ ലോകത്തിലെ ജനസംഖ്യയുള്ളൂ. അവരുടെ പേരാ ഇസ്ലാം സഹോദരങ്ങൾ. ഇതിന്റെ പേരാ ജിഹാദ്. സ്വോത്രം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയും. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ വരും. കണ്ടില്ലേ? ഇപ്പൊ വടക്കേ ഇന്ത്യ ആരാണ്ട് ഏത് പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഇളവിയത് കണ്ടായിരുന്നോ? ഞാൻ ഒരു മതത്തിനും എതിരല്ല, നമുക്ക് ഏത് മതത്തിലും വിശ്വസിക്കാം. അടുത്ത വാക്ക്, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവാൻ. വായിച്ചാട്ട് മോളെ. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ. വീരന്മാരെല്ലാം എഴുന്നേൽക്കാൻ. അടുത്തത്, ഈ യുദ്ധം എവിടെ നടക്കുമെന്ന് നിങ്ങൾ വായിക്കാം. 11-ാം അധ്യായം 11-ാമത്തെ വാക്യവും കൂടെ. എവിടെ ഈ അടി നടക്കുന്നത്? വായിക്കാം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ഇസ്രയേലിന്റെ ചുറ്റും 21 രാഷ്ട്രങ്ങൾ കിടക്കുക. യേശാവിന്റെ മക്കളെല്ലാം. അവന്മാരോട് പറയാം, സകല രാഷ്ട്രങ്ങളെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. ബന്ധപ്പെട്ട റഷ്യയുടെ നേതൃത്വത്തിൽ വന്നുകൂടി. എവിടെ അടി? വയറ്. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യഹോവ അവിടേക്ക് നിന്റെ വീരന്മാർ ഇറങ്ങുമാറാകണേ. അടിയടക്കുന്ന സ്ഥലം യഹോശാഫാത്ത്. വായിച്ചാട്ട് മോളെ. അത് ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഒലിവുമലയുടെ താഴ്വരയിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്ന താഴ്വര യഹോശാഫാത്ത് താഴ്വര. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ അന്ത്യദിനങ്ങളിലേക്ക് വരുന്ന ആ യുദ്ധത്തിന്റെ തുടക്കമാ ഇന്നത്തെ റഷ്യ ഉക്രൈൻ. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നോല് ഇന്ന് രാത്രി. ഇനി കാലം അധികം ഉണ്ടോ മക്കളെ? 90% പ്രവചനവും നാം കണ്ടു. ഈ തലമുറയിൽ എൻ്റെ യേശു വരാറായി.
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 2650 കൊല്ലം മുമ്പ് ഭക്തനായ എസെക്കിയേൽ എഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി കാട്ടാക്കടയും പൂഞ്ഞാങ്കോടും ഏഷ്യാനെറ്റും ചാനലിനകത്ത് ഇന്ന് രാത്രി റഷ്യ ഉക്രൈനകത്ത് അടി തുടങ്ങുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വരും, ഇനി കാലമേറെയില്ല. സ്വോത്രം. ഇന്ന് രാത്രി നിർത്താൻ പോവാ. ശവടക്കവും കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കിട്ട്. എസെക്കിയേൽ 39, 14, 15 അവസാനിപ്പിക്കാം വിത്ത് 5 മിനിറ്റ്. എസെക്കിയേൽ 39, 14, 15. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് റഷ്യ മാർച്ച് ഈ ഫെബ്രുവരി 22-ാം തീയതി ദൈവദാസന്മാരെ അടി തുടങ്ങിയത്. വഴിനീള ശവം കിടക്കുക. എവിടാന്നറിയാമോ? മരിയാപ്പോൾ, ഒഡേസ, കീവ്, ഓർക്കീവ്. ചാക്കിനകത്ത് വലിച്ചു കെട്ടിക്കൊണ്ടുപോവാ ശവം. വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. ഇപ്പോഴാണ് അടക്കം നടക്കുന്നത്. അടക്കത്തിന് അടുത്തത് ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അവറാച്ചായനും തോമാച്ചായനും അടുത്ത കാട്ടാക്കടയും കട്ടക്കോടെയും ആൾക്കാരെ ശവം അടക്കിയതാരോ? പ്രത്യേക പൈസ കൊടുത്ത് ആൾക്കാരെ അടക്കിയത്. സ്വോത്രം. അതുപോലെ ഡെഡ് ബോഡി മരിച്ചവന്റെ ശവം അടക്കുന്നത് ചന്ദ്രനിൽ പോകുന്ന ബ്ലാങ്കറ്റ് ഇട്ടുകൊണ്ട് വരുന്നവന്മാർ. ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് മലയാളത്തിൽ ചോദിക്കണം, ഉക്രൈനിലെ ശവടക്കം ബൈബിൾ എടുത്തു വെക്കണം. സ്വോത്രം. എന്നിട്ട് പറയണം, പാസ്റ്റർ പ്രസംഗിച്ച റെഡി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. 3 ഫെബ്രുവരി 22-ാം തീയതി തൊട്ട് വഴിനീള കിടക്കുന്ന ശവം ഇപ്പൊ ഉക്രൈനിൽ കിടക്കുക. കിടങ്ങ് വെട്ടി ചാലിനകത്ത് അടക്കുക. യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. അടുത്ത വാക്ക്, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ ഒരു മനുഷ്യാസ്തി വായിച്ചാട്ടെ. കണ്ടാൽ, ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ഇതാ ഇന്ന് ഉക്രൈനിൽ സാമ്പിൾ വെടിക്കെട്ട് അടയാളം വെക്കുന്നു. അടുത്തത്, അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ്. അതെ, ഈട്ടിപ്പെട്ടി കേറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, കിടത്തി അടക്കത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കാട്ടാക്കട വെറൈറ്റി മാർബിളിൽ RIP അടിക്കത്തില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്ന് ഉക്രൈനകത്ത് വഴിനീള ശവങ്ങൾ ഇങ്ങനെ കടങ്ങിനകത്ത് വലിച്ചു കൊണ്ടുപോയി പ്ലാസ്റ്റിക് ചാക്കിനകത്ത് ഹല്ലേലൂയ കാട്ടാക്കട മുനിസിപ്പാലിറ്റി തട്ടുന്നത് പോലെ തട്ടിയിടുന്നത് കാണുമ്പോൾ അകത്തളത്തിനകത്ത് ജീവിച്ചിരുന്ന പരിചനം ചലിക്കുന്ന ദൈവമക്കൾ ഈ 3 ദിവസമായി കേൾക്കുന്ന കാട്ടാക്കട പൂഞ്ഞാങ്കോട് കട്ടക്കോട് ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആര് വിളിച്ചു പറയും, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക ദൈവം? പൂഞ്ഞാങ്കോട് ആര് പറയുന്നു, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീക്കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെടും. യോസഫിനെ പറ്റി എത്ര പേർക്കറിയാം? ആദ്യ ദിവസം ഞാൻ തുടങ്ങി, പൊട്ടക്കിണറ്റിൽ കടന്നു. എവിടെ പോയി? മിദ്യാന്യ ചന്ത. അതിനുശേഷം എവിടെ കടന്നെന്നറിയാമോ? പൊത്തിപ്പേറിന്റെ ഭവനം, കാരാഗ്രഹം, പിന്നെ എവിടെ? പറവോന്റെ കൊട്ടാരത്തിനകത്ത്. സ്വോത്രം. അവസാനം ചേട്ടന്മാർ നാട്ടിൽ ക്ഷാമം വന്നു. അരിഞ്ചാക്കും മേടിക്കാൻ പോയപ്പോൾ കൊട്ടാരത്തിനകത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. അവൻ്റെ പേരാ യോസഫ്. അരിഞ്ചാക്കും കൊടുത്തില്ല, അത് വേറെ. 72 പേർക്ക് വിസ അവൻ കൊടുത്തു. മിണ്ടുന്നില്ലല്ലോ, സന്തോഷമില്ല. അപ്പനെ കുടുംബത്തിലുള്ളവരെ കൊണ്ടുവരാൻ മിസ്രൈമിൽ നിന്ന് രഥങ്ങൾ ഇറങ്ങി വന്നു. നിഴൽ വചനം പഠിക്കണം. യാക്കോബ് വല്യപ്പൻ്റെ വീട് ചെമ്മണ്ണ നിറഞ്ഞ പാതയാ. ആ റൂട്ടിൽ കൂടെ മിസ്രൈമിൻ്റെ രഥം വന്നപ്പോൾ ആൾക്കാർക്ക് പിടികിട്ടി എന്തോ സംഭവം. അങ്ങനെയെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായെങ്കിൽ യാക്കോബിനെ കുഞ്ഞുങ്ങളെയും ചേർക്കുവാൻ മിസ്രൈമിൻ്റെ തെരുവീതിയിൽ കൂടി ഇസ്രയേലിലേക്ക് രഥം വന്നതുപോലെ കാൽവറിയിലെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് രഥങ്ങൾ ഇറങ്ങി വരാറായി മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അതൊരു നിഴലെങ്കിൽ പൊരുളായതൊന്ന് നടക്കാൻ പോകുന്നു. മക്കളെ നെഞ്ചു കീറി എനിക്ക് വയ്യൻ്റെ കൈ വിറയ്ക്കുന്നു. ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയ മക്കളെ നെഞ്ചു കീറി പ്രസംഗിക്കുന്നു. സ്വോത്രം. ഇനി ഒരവസരം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കൈവിടപ്പെട്ടു പോകരുതേ പൂഞ്ഞാങ്കോട്. സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെ വിളിച്ചു പറയിക്കുന്നു. ഇന്ന് രാത്രി നീ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? യേശു വരാറായി, യേശു വരാറായി, നമ്മുടെ നാഥൻ വരാറായി. രാമേശ്വരത്തൊരു
പാലമുണ്ട്. എത്ര പേർക്കറിയാം പാമ്പൻ പാലം? പാമ്പൻ പാലത്തിനകത്ത് ഒരു പടം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൂജാങ്കോടുകാർ മനസ്സിലാക്കണം, എന്താ പാമ്പൻ പാലത്തിൽ ഒരു പടം? ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ വാരിയല്ലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. നിങ്ങൾക്കറിയാമോ, പണ്ട് രാമേശ്വരത്ത് ഒരു പാലമുണ്ടായിരുന്നു. ആ പാലം ട്രെയിൻ പോകുമ്പോൾ നിവരും, അത് കഴിഞ്ഞിട്ട് കപ്പൽ പോകുമ്പോൾ ആ പാലം ഉയർത്തുമ്പോൾ കപ്പൽ പോകുക. ഒരു ദിവസം ഉച്ചയ്ക്ക് കപ്പൽ പോയി കഴിഞ്ഞു, ഈ പാളം താത്തുമ്പോൾ ട്രെയിൻ വരാറായി. 14 വയസ്സുള്ള മകൻ അപ്പനെ ഹെൽപ്പ് ചെയ്യാമെന്ന് മോൻ അപ്പുറത്ത് പോയി ഈ പാളത്തിന് ട്രെഞ്ച് കറക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഈ കുഞ്ഞ് കറക്കുമ്പോൾ അവൻ്റെ കൈ എന്തോ ചെയ്ത് ട്രെഞ്ചിനകത്ത് വീണു. ആ ചക്രത്തിൽ അവൻ്റെ കൈ, അയ്യോ അയ്യോ എൻ്റെ കൈ. ആ സമയത്ത് അപ്പനൊന്ന് ചവിട്ടി നിർത്തി. മറുകരയിൽ ഓടിയാൽ കുഞ്ഞിൻ്റെ കൈ അറ്റതിനകത്ത് നിന്ന് വലിച്ചെടുക്കുക. അപ്പനൊന്ന് ആലോചിച്ചു, ഞാൻ അറിയുന്നില്ല, ആയിരക്കണക്കിന് പാസഞ്ചറുമായ ഒരു ട്രെയിൻ വരും, പാളം ക്ലിയർ ആയില്ലെങ്കിൽ ആയിരക്കണക്കിന് പേർ രാമേശ്വരം കടലിടുക്കിൽ വീഴും. ആ അപ്പൻ നോക്കി, എൻ്റെ മകൻ പോയാൽ ഞാനിത് കറക്കും. സ്വോത്രം. ചില നിമിഷങ്ങൾ കറക്കിക്കൊണ്ടിരുന്നു. ആ ചക്കിനകത്ത് ആ 14 വയസ്സുള്ള കുഞ്ച് പിഞ്ചരഞ്ഞു പോയി. സ്വോത്രം. അപ്പൻ അവന് നേരെ കണ്ണടച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പാസഞ്ചറുമായി ട്രെയിൻ കടന്നുപോയി. ഈ അപ്പൻ മറുകരയിൽ ഓടിച്ചെന്നു. വാരിയല്ലുകൾ വാരിയെടുത്തിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ രക്ഷിക്കുക. ഞാൻ മറുകരയിൽ നിന്ന് ഓടി വന്നാൽ ആയിരക്കണക്കിന് ആളുകൾ എവിടെ വീഴും? കടലിനകത്ത് വീഴും. നിന്നെ ഞാൻ യാഗമാക്കിയത് ആയിരങ്ങളുടെ രക്ഷയ്ക്കെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ആ അപ്പൻ്റെ നിലവിളി കേട്ട ആൾക്കാർ ഓടി വന്നു. അവർ ബ്രിട്ടനിൽ ഹല്ലേലൂയ അന്നത്തെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറെ കൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിച്ചതാ. രാമേശ്വരം പാലത്തിനടുത്ത് ഒരു ഫോട്ടോ ഉണ്ട്. ഒരു അപ്പൻ തൻ്റെ മകൻ്റെ വാരിയല്ലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി അവൻ തൻ്റെ പുത്രനെ, ഏകജാതനായ പുത്രന് ഭൂമിയിലേക്ക് അയച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ നാം ചെയ്ത പാപത്തിന് വേണ്ടി അവൻ പരമയാഗമായി കാൽവറിയിലേക്കൊന്ന് കടന്നു വാ. 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. 186 മുള്ളുകൾ എൻ്റെ യേശുവിൻ്റെ തലയിൽ അടിച്ചിറക്കി. കുടിക്കുവാൻ കയ്പ് കാടി കൊടുത്തു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. എൻ്റെ അസ്ഥികളെല്ലാം തൂകിപ്പോകുന്നു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. ഒരു പടയാളി അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ നാഥൻ്റെ ചങ്കിലെ രക്തം ഊറ്റിക്കൊടുത്തു. ഇന്ന് രാത്രി ആ രക്തത്താൽ എത്ര പേർ കഴുകൽ പ്രാപിച്ചിട്ടുണ്ട്? സന്തോഷമില്ലല്ലോ? സ്തോത്രം. രാമേശ്വരത്ത് ആയിരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പിതാവ് തൻ്റെ കുഞ്ഞിനെ നോക്കാതെ ചക്കിനകത്ത് തകർന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ നാഥൻ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ വിരൂപമായി യാഗമായി തീർന്നു. അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുന്നു. വന്ദേ ഭാരത് കേട്ട എത്ര പേരുണ്ട്? വന്ദേ ഭാരത് കൈ ഉയർത്തിയാട്ട്. കോവിഡ് കാലത്ത് നമ്മുടെ പിള്ളേരെ കൊണ്ടുവരാൻ ഒരു ഒഴിച്ചുമാറ്റലുണ്ട്. വന്ദേ ഭാരത് തീർന്നില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു ഒഴിച്ചുമാറ്റൽ നടന്നു. ഉക്രൈൻ ഓപ്പറേഷൻ ഗംഗ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. കൊച്ചുങ്ങൾക്കറിയാം, അവർക്കറിയാം. സ്വോത്രം. ഉക്രൈനിൽ പഠിക്കാൻ പിള്ളേരെ ചേർക്കാൻ പോയി. ആര് പോയി? ആരാ പോയത്? 1 ഇന്ത്യയുടെ എയർ ഇന്ത്യ, 2 ഇൻഡിഗോ. ഉത്തർപ്രദേശിലെ ഹിൻഡാലിൽ നിന്ന് വ്യോമസേനയുടെ ഗ്ലോബ് മാസ്റ്ററും പോയി. ആരെ കൊണ്ടുവന്നു? അവിടെ ഇറങ്ങിയിട്ട് പാകിസ്ഥാനിയെ കയറ്റിയോ? അറബിയെ കയറ്റിയോ? അത് കഴിഞ്ഞിട്ട് ചൈനക്കാരനെ കയറ്റിയോ? ഇല്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ ആ വിമാനത്തിനകത്ത് കയറ്റി ഇന്ത്യയുടെ എയർപോർട്ടിൽ കൊണ്ടിറക്കിയതുപോലെ രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവനെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ആരെ ചേർക്കുവാൻ? കാന്തയാകുന്ന മണവാട്ടിയെ ചേർക്കുവാൻ. ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കുന്ന. ഓപ്പറേഷൻ വന്ദേ ഭാരത് അല്ല, ഓപ്പറേഷൻ ഗംഗയല്ല. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. ഒരു പ്രാവിൻ്റെ കഴുത്തറക്കും. ആ രക്തം മറ്റേ പ്രാവിൻ്റെ തലയിൽ പതിക്കും. രക്തം വീണ പ്രാവ് പിന്നെ നിൽക്കത്തില്ല, അത് ചലിക്കും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കാട്ടാക്കടയും കട്ടയ്ക്കോടും കർത്താവിന് വേണ്ടി ഇറങ്ങി അപ്പച്ച അമ്മച്ചി, സഹോദര സഹോദരി, പഠിക്കുന്ന മോനെ മോളെ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുവാൻ എൻ്റെ നാഥൻ വരാറായി. നാം പോകാറായി. രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
ഇന്നത്തെ റഷ്യയുടെ മണ്ഡലത്തിൽ സ്വത്രം ഉക്രൈനെ അടിക്കുന്നു. ഫെബ്രുവരി 22 കേൾക്കണം, 1000 വിമാനങ്ങളാ കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, ഒഡേസ അവിടെയെല്ലാം കയറിയത്. എന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇതേ റഷ്യ അറബ് രാജ്യങ്ങളെ കൂട്ടി എവിടേക്ക് പോകും? ഇസ്രയേൽ. ഇസ്രയേലിന്റെ എത്ര സ്ഥലം? ടെൽ അവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോദ്, യാബ, സീനായ്, ഗോലാൻ, ഡിമോന, ഇത്രയാ ഇസ്രയേലിന്റെ ടൗൺ. അറബ് രാജ്യങ്ങൾ 21 ചുറ്റും പാസ്റ്റർമാര്, 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ചൈനയുടെ റഷ്യയുടെ യുദ്ധവിമാനം, ബോംബർ അതിനകത്ത് കയറും കാർമേഘം പോലെ. അവിടെ ഒരു ശബ്ദം മുഴങ്ങും, യഹൂദൻ നിലവിളിക്കും. ഒരിടത്ത് യഹൂദന്റെ നിലവിളി, മറു സൈഡിൽ ബോംബർ വിമാനങ്ങളുടെ അറ്റാക്ക്. ഈ 2 ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കും. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ നാഥൻ മധ്യാകാശത്തിൽ വരും. ജീവനോടെ നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ എടുക്കപ്പെടും. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി ദൈവസഭയെ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അന്നാളിൽ ഒരു യുദ്ധമുണ്ടാകും. ജ്യോതിർഗോളങ്ങൾ മറയും, ആകാശം ഇരുണ്ടു പോകും, സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും. എന്നാൽ മലാക്കി എഴുതിയിട്ടുണ്ട്, യോബയിൽ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, കുഞ്ഞാടിന്റെ കോപ ദിവസം. ഇന്ന് രാത്രി ആ ദിവസം വരുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി ഉദിച്ചു ഉയരും. അതുകൊണ്ട് പണ്ട് കാട്ടാക്കടയിൽ പാടിയത്, പുത്തനാം യെരൂശലേമിൽ എത്ത് കാലം ഓർക്കുമ്പോൾ ഈ കോവിഡ് ഒന്നും വിഷയമല്ല. നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ എഴുന്നേൽക്കാം, കരങ്ങളെ അടിക്കാം. നീതി സൂര്യ ശോഭയാൽ എന്നല്ലിരുൾ മാറിടും. എല്ലാ കരങ്ങളും പഠിച്ചാട്ടെ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്തും. 5 മിനിറ്റ് കൊണ്ട് നിർത്തുക. വേഗത്തിൽ കരങ്ങളെ അടിച്ചാൽ ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചുതാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചുതാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാലെ കല്ലറിരുൾ മാറിടും, നീതിയും അനീതിയും അങ്ങില്ലലേശവും. നീതി സൂര്യ ശോഭയാലെ കല്ലറിരുൾ മാറിടും, നീതിയും അനീതിയും അങ്ങില്ലലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. ശോകം രോഗം യുദ്ധം വൃദ്ധജാതികളും പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം വൃദ്ധജാതികളും വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ഉത്തരാം യെരൂശലേമിലെത്തും ഇഹരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകട്ടെ. ഉത്തരാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇഹരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകട്ടെ. സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും, ദുഃഖം നെടുവിപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വാണിടും, ദുഃഖം നെടുവിപ്പും സർവവും തീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും നിത്യതയ്ക്കുള്ളിൽ മറയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ
ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടില്ല, കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടില്ല. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടില്ല, കർത്താവ് ഒരുക്കുന്ന സന്തോഷം വീട്ടില്ല. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴും. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോട് കൂടെ വാഴുവേ. അല്പസമയം ദൈവത്തെ ആരാധിച്ചാൽ ഇത് വിടുതലിന്റെ രാത്രി, ഇത് സൗഖ്യത്തിന്റെ രാത്രി, വിടുതൽ കൊണ്ടുന്ന രാത്രി. ഇന്ന് രാത്രി സൈന്യത്താലല്ലോ, ശക്തിയാലല്ലോ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ. അല്പസമയം ദൈവജനം ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു പ്രത്യേക അഭിഷേകം അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. എന്റെ പുത്രന്മാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും. ആയിരങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. യേശുവിനെ കാണട്ടെ. ഇത് കൃപായുഗം. ഞങ്ങളുടെ നാഥൻ വരാറായി, കഷ്ടങ്ങൾ തീരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാ. ഇന്ന് രാത്രി നീ ഒരുങ്ങിക്കൊള്ളും. നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയപ്പ. നിന്റെ കൃപയ്ക്കായി, നിന്റെ കരുണയ്ക്കായി, നിന്റെ ദയയ്ക്കായി. Yes, Lord. നന്ദിയപ്പ. കൃപ, 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 കൃപ. Presence of Holy Spirit come to the ground. Oh, the Holy Spirit come to the ground. Yes. പത്മോസിന്റെ ഏകാന്തതയിൽ കൊത്തിവലിക്കുന്ന കഴുകന്റെയും പരുന്തിന്റെയും നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കി അവനെ ഒരു കരം തൊട്ടു. സർവശക്തന്റെ കരം. ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. രോഗികൾ, ദുഃഖിക്കുന്നവർ, പ്രയാസത്തിലുള്ളവർ, കടഭാരമുള്ളവർ കുഞ്ഞെ ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇന്ന് രാത്രി പറ, യോഹന്നാനെ തൊട്ട കരം എൻ്റെ കരം. ആ കരം എൻ്റെ കുഞ്ഞുങ്ങളെ തൊടണം, എൻ്റെ കുടുംബത്തെ തൊടണം, എൻ്റെ ക്യാൻസർ രോഗത്തെ തൊടണം, എൻ്റെ കടഭാരത്തെ തൊടണം. ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ആ മുറിഞ്ഞ കരം, പത്മോസിൽ ഇറങ്ങിയ കരം ഇന്ന് രാത്രി എന്നെ തൊടുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു സോളോട് ഒരു ഭാഗം പാടി പ്രാർത്ഥിക്കാൻ പോകുക. ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും. യെസ്, ആദ്യനും എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. യേശു നീ മാത്രമേ പാടട്ടെ. സ്തുതികൾക്കും സ്തുതികൾക്കും യോഗ്യനായ പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Come to the ground. Hallelujah. ഏഴു വിളക്കിൻ ഏഴു വിളക്കിൻ നടുവിൽ സ്വർഗ്ഗത്തിന്റെ ക്യാമറ. മാറത്തു പൊൻകച്ചയണിഞ്ഞും ആദ്യനും അന്ത്യനും എല്ലാ കരങ്ങളും നാളെ രാത്രി യോഗമില്ല. നീ മാത്രം, നീ മാത്രമേ രാത്രി സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കുഞ്ഞാട്. യോഗ്യനേശുവേ. അതുകൊണ്ട് ഹല്ലേലൂയ. Yes, Lord. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആദ്യനും അന്ത്യനും അവസാന നിമിഷം. ആദ്യനും അന്ത്യനും നീ മാത്രം, നീ മാത്രമേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോ